പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അനേകം കുടുംബങ്ങളിൽ ഈശോയുടെ പ്രകടമായ അത്ഭുതങ്ങൾ ഈശോ നൽകി കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, പാലായിലുള്ള മുട്ടുചിറ എന്ന സ്ഥലത്തു നിന്നൊരു കുടുംബം ഒരുപാട് നാളുകളായി വിഷമിക്കുകയായിരുന്നു. അപ്പോൾ ആ ഭാര്യ ജീവിത പങ്കാളികൾ പറഞ്ഞു, ദേ ഇവിടെ ഒന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നിത്യരക്ഷ അനുഭവിക്കാൻ കഴിയും. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സിബി. ഞാൻ മുട്ടുചിറ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 30 വർഷം മേളിലായി സ്ഥിരമായിട്ടൊരു മദ്യപാനിയായിരുന്നു. ഞാൻ ഒരു ദിവസം ഇതുപോലെ പതിവ് മദ്യപിച്ച് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യ ഞായറാഴ്ച അഭിഷേകാഗ്നി കാണുമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിരുത്തി, ചേട്ടാ നിങ്ങൾ വിട്ടിരിക്കുക, നിങ്ങളുടെ മദ്യപാനം മാറട്ടെ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചേട്ടാ ആ മൂത്ത പിശാചൊക്കെ ഇറങ്ങി പോട്ടെ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ്, എന്നിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മുട്ടുമേൽ നിന്ന്, ഓ നല്ല ചേട്ടൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മുട്ടുമേൽ നിന്ന് ടി വിയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിനി മദ്യപിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു അസുഖം തന്നെ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത്രയും ഉള്ളിൻ്റെ നോക്കിയേ, ആത്മാർത്ഥതയുണ്ട് കേട്ടോ, ആത്മാർത്ഥതയുണ്ട്. അപ്പം എനിക്ക് വാസ്തവം പറഞ്ഞാൽ പല പ്രാർത്ഥനക്കാരെക്കാളും ഇഷ്ടം കാര്യം ഒരു മദ്യപിച്ചൊക്കെ നടന്നാലും മദ്യപിച്ച ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥതയുണ്ട്. നമ്മൾ വിചാരിക്കും അന്ന് ഈശോ പറഞ്ഞ വാക്ക് ഇത്രേ കറക്റ്റ്, ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഇവരൊക്കെ ആയിരിക്കും. പ്രൈസല്ലോ, ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആത്മാർത്ഥത ഇല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് വാസ്തവം പറഞ്ഞ സങ്കടം വരുന്നുണ്ടാവും. ചുമ്മാ വന്ന് ഒരു സങ്കടം വരുന്നുണ്ടാവും. പക്ഷെ ഇവർ ഈ ആത്മാർത്ഥത ഉള്ളിലുണ്ട്. പക്ഷേ മദ്യപിച്ച് അതൊരു ബലഹീനതയാണ്, അങ്ങനെ വീണ് പോകുന്നു. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഭാര്യ പറയണേക്കാൾ കൂടുതൽ ആഗ്രഹം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടണമെന്ന്. അദ്ദേഹം ആ ടി വിയിൽ ഈശോയുടെ മുമ്പിൽ കൈകൾ വെച്ചിട്ട് പറഞ്ഞു, ഈശോയെ എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, എൻ്റെ കൈ സാധിക്കും, അതുകൊണ്ട് എന്തെങ്കിലും ഒരു രോഗം തന്നെങ്കിൽ എന്നെ രക്ഷിക്കണേ എന്നങ്ങോട്ട് ആ ഉള്ളിൻ്റെ ആത്മാർത്ഥതയോടെ അങ്ങ് പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, പക്ഷെ ഞാൻ പിറ്റേ ദിവസം ഈ പ്രാർത്ഥിച്ച കാര്യമൊക്കെ മറന്നുപോയി. ഞാൻ പതിവ് പോലെ പോയി മദ്യപിച്ച്, പക്ഷേ ഒരെണ്ണം അടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് മദ്യപിക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം നോക്കി, പിന്നെയും പറ്റണില്ല. അതായത് നമ്മൾ ഓരോ ഗ്ലാസ് കുടിക്കുമ്പോൾ അന്നേരം തന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി. അതായത് പിന്നെ മാറ്റി വെക്കണില്ല, അപ്പം തന്നെ അന്നേരം തന്നെ ഛർദ്ദിക്കുക. അപ്പം അത് പോയിട്ട് അത് പോയല്ലോ, നീ അടുത്ത ക്ലാസ് കുടിക്കുമ്പോൾ പിന്നെ ഛർദ്ദിക്കും. അപ്പം 2-3 ദിവസം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പെമ്പറോതിർത്തിയോട് ചോദിച്ചു, എടി നീ എനിക്ക് മരുന്ന് വല്ലതും തന്നോന്ന് ചോദിച്ചു. അപ്പം സംശയം കയറി, ഞാൻ അറിയാതെ വല്ല പൊടിയോ വല്ലോ എനിക്ക് തന്നാർന്നോന്ന് ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എന്നാ സംഭവം ചോദിച്ചു. അന്ന് ഞാൻ സംഭവം പറഞ്ഞു, ഇന്നുപോലെ ഞാൻ ഛർദ്ദിക്കുവാന്ന് പറഞ്ഞു. അന്നേരം നിങ്ങളിങ്ങനെ ടി വിയെ കൈവച്ച് പ്രാർത്ഥിച്ച കാര്യം മറന്നുപോയോ എന്ന് ചോദിച്ചു. ഞാനതെല്ലാം മറന്നുപോയായിരുന്നു. അപ്പം അത് പിന്നെ ഞാൻ മദ്യപിച്ചില്ല. ഇപ്പം 3 വർഷമായി മദ്യപിച്ചിട്ട്. ഇതുവരെ ആ പ്രശ്നം അതോ മനസ്സിലാക്ക്. ദൈവത്തിന് ശക്തി കുറഞ്ഞിട്ടൊന്നുമല്ല, പ്രാർത്ഥനയുടെ ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്. ഈ ആത്മാവ് ശരിക്കും ആത്മാർത്ഥമായി പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സാധിക്കും, ഒരു രോഗം തന്നിട്ടാണെങ്കിലും എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഈശോയെ അങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥന ദൈവം അപ്പം സ്വീകരിച്ചു. പിന്നെ പിറ്റേ ദിവസം പോയി ഒരു കവിള് കുടിച്ചാൽ അപ്പം ഛർദ്ദിക്കുക. അത് മാറി പിന്നെ വാ കഴിയും, പിന്നെയും കുടിച്ചാൽ പിന്നെ ഛർദ്ദിക്കും. പിന്നെ ഇതുവരെ ഞാൻ കുടിച്ചിട്ടുമില്ല, ഛർദ്ദിക്കാൻ നോക്കിയിട്ടുമില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനെ ഒരു സംശയം കയറി, ഇത് ഭാര്യ എങ്ങാനും ഇടയ്ക്ക് നമ്മൾ അറിയാതെ വല്ലോ മരുന്ന് തന്നാന്ന് ഞാൻ ഓർത്തെ. ചേട്ടൻ ബുദ്ധിമാനാട്ടോ. ഈ മദ്യപാനികൾ ബുദ്ധിയില്ലാത്തതെന്ന് വിചാരിക്കരുത്, ഭയങ്കര ബുദ്ധിമാനാണ്. അപ്പോൾ ദൈവം പ്രവർത്തിക്കണമെന്ന് അപ്പോഴും വിചാരിക്കുന്നില്ല. ഞാൻ മറന്നുപോയായിരുന്നു പ്രാർത്ഥിച്ച കാര്യം മറന്നുപോയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭാര്യ ഇതൊക്കെ കേട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഭാര്യ പ്രാർത്ഥന ഓർത്തിരിപ്പുണ്ടായിരുന്നു. ഭാര്യ പറഞ്ഞു, അതെ മനുഷ്യ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ഇത് അന്നിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അതോടുകൂടി മദ്യപാനം നിന്ന്. പിന്നെ ഇപ്പോൾ 3 വർഷമായി
3 ഇതുവരെ അല്ലേ? പിന്നെ ഒരിക്കൽ പോലും പിന്നെ മദ്യപിച്ചിട്ടില്ല. ഈ കൂട്ടുകാരൊക്കെ പിന്നെ വിളിക്കുകയല്ലേ? പിന്നെ വിളിക്കാറുണ്ട്, എലി വിളിക്കും, പോകാറില്ല. വിളിക്കുമ്പോൾ പറയില്ല ഞാനില്ല, എൻ്റെ കർത്താവിനെ രക്ഷിച്ചത് ഞാനില്ല എന്ന് പറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ തോന്നുന്നത്? ആരാണ് രക്ഷിച്ചത്? ഭാര്യയാണോ രക്ഷിച്ചത്? കർത്താവാണോ രക്ഷിച്ചത്? പ്രാർത്ഥനയാണോ രക്ഷിച്ചത്? കർത്താവ് തന്നെ രക്ഷിച്ചത്. ദൈവത്തെ ഏറ്റു പറയണം, കർത്താവാണ് എന്നെ രക്ഷിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകനിയോ പ്രാർത്ഥനയോ നമ്മുടെ കാര്യങ്ങളോ ഒന്നുമല്ല രക്ഷിച്ചത്. രക്ഷിച്ചത് എൻ്റെ കർത്താവാണ് എന്നെ രക്ഷിച്ചത്. എൻ്റെ കർത്താവാണ് എന്നെ രക്ഷിച്ചത്. സ്വർഗം ഇപ്പം തന്നെ എഴുന്നേറ്റ് ദേവത്തിന് ഷെയ്ക്കൻഡ് കൊടുക്കുന്നുണ്ടാവും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേട്ടൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടോ? ധ്യാനം കൂടുന്നുണ്ടോ? എവിടെയാ? ചേച്ചി വരാത്തതുകൊണ്ട് ചേട്ടന് ഇവിടുന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേച്ചി ഈ ശരിക്കും ചേട്ടൻ മദ്യപാനൊക്കെ ചേട്ടൻ പറഞ്ഞ ശരി തന്നെയാണോ? നല്ല മദ്യപാനം നിസ്സാരവിധത്തിലൊന്നും ശരിക്കും നല്ലപോലെ ഉണ്ടായിരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ. അതായത് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു, മദ്യപിക്കുന്നു പറഞ്ഞാൽ വല്ലപ്പം വൈകുന്നേരം ഒരു ഗ്ലാസ് അടിച്ച് കിടക്കണം. അതല്ല ഇത് ശരിക്കും അല്ലേ? നല്ല നല്ല വിധത്തിലല്ലേ? നല്ല മര്യാദ. കള്ള് ഷാപ്പിലായിരുന്നു പണി. എൻ്റെ പിത ഇതൊക്കെ പറയണ്ടേ? അപ്പൊ പിന്നെ ശരിക്കും അല്ലേ നന്നായിട്ട് അല്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മദ്യപാനായി അല്ലേ? ജോലിക്ക് പോകാതെ മദ്യപിക്കുമായിരുന്നു. രാവിലെ പോലെ കുടിക്കുമായിരുന്നു. ആണോ? പിന്നെ അവസാനമൊക്കെ ജോലിയില്ല, കുടി മാത്രമായി അല്ലേ? ജോലി ഞാൻ ഉപേക്ഷിച്ചതാ. കുടിക്കാൻ വേണ്ടി ആ സമയം കൊണ്ട് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് ജോലി ഉപേക്ഷിച്ച് പിന്നെ അവസാനം ഫുള്ള് കുടിയായി. കുടിച്ച് അങ്ങനെ വൈകുന്നേരം വീട്ടിൽ അല്ലേ? പിന്നെ പള്ളി അങ്ങനെ ആ സമയത്ത് കുമ്പസാരവും പ്രാർത്ഥന അങ്ങനെ കുർബാനയൊന്നും. പള്ളിയിലൊക്കെ പോവും, പ്രാർത്ഥനയിലൊക്കെ ഉണ്ട്, എന്നാലും കുടിക്കണ കാര്യം മുന്നേ നിൽക്കണം. അതെന്ത് കളഞ്ഞാലും ശരി, കുടിയാണ് മുഖ്യ കാര്യം. ഒത്തിരി ധ്യാനങ്ങൾ കൂടിയായിരുന്നു. എന്നിട്ട് ഒത്തിരി ധ്യാനം. അത് രക്ഷപ്പെടാൻ ആഗ്രഹം എന്നുള്ള തെളിവാണ്. ശരിക്കും എങ്ങനെയെങ്കിലും ഒരുപാട് വിധത്തിൽ നോക്കിയിട്ടുണ്ട്. ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒരുപാട് രക്ഷപ്പെടാൻ പറ്റിയില്ല. അപ്പം എന്നിട്ട് അന്നുണ്ടായത് ഞാൻ എല്ലാ ആഴ്ചയിലും അഭിഷേക കൺവെൻഷൻ കൂടുന്നു. രാത്രിയിൽ ഷാലോമിൽ അഭിഷേകത്തിന് കൂടുന്ന സമയത്ത് ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ വന്ന് പ്രാർത്ഥിക്കാം. ഞാൻ കഴിച്ചേച്ച് കയറി വരുമായിരുന്നു. അന്നേരം എന്നോട് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ഇവിടെ വന്നു തരും, നിങ്ങളുടെ കുടിയൊന്ന് നിൽക്കട്ടെ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആണോ? അപ്പം ഞാനെന്നാ ഇവിടെ ഒന്ന് കാണിച്ചേക്കാം, എന്നാ പ്രാർത്ഥിച്ചേക്കാം, എന്നാലും മാറട്ടെ എന്ന് ഓർത്തു. എന്നാലും അത് മാറുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്നാലും ചെന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചേക്കാന്ന് ഓർത്ത് ടി വിയെ കൈവച്ച്. ഇപ്പം മനസ്സിലുണ്ട് എങ്ങനെയും കുടിയൊന്ന് നിർത്തണമെന്നുണ്ട്. എന്നാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് സാഹചര്യം നടക്കണില്ല. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച്, പക്ഷെ ഞാനത് മറന്നുപോയി. പിറ്റേ ദിവസം ഛർദ്ദിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം മുതൽ ഭയങ്കര ഛർദിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജനുവരി പെരുന്നാളായപ്പോഴത്തേക്കും, ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ പെരുന്നാളായപ്പോഴത്തേക്ക് പിന്നെയും പോയി കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് കുടിച്ചേച്ച രൂപ എടുക്കാൻ പോയത്. അന്ന് തല കറങ്ങി വീഴുക ഏതാണ്ടൊക്കെ ചെയ്തു. തല കറങ്ങി തലകുത്തി നിലം പതിച്ചു. പിന്നെ തൊട്ടിട്ടില്ല അല്ലേ? പിന്നെ തൊട്ടിട്ടില്ല. കംപ്ലീറ്റ് കഴുകി കർത്താവ് വെടിപ്പാക്കിയെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഇതുപോലെ ഈശോ പ്രകടമായി നമ്മുടെ കുടുംബങ്ങളിൽ ഇടപെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അനേക ലക്ഷക്കണക്കിന് ആളുകൾ ശനിയാഴ്ച ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ അനുഗ്രഹം ഈ സമയത്ത് നമുക്ക് ലഭിക്കും. പ്രിയമക്കളെ, ഒരുപക്ഷെ ഇന്ന് വരെ വിശ്വാസമില്ലാതെ നടക്കുന്ന ഒരാത്മാവായിരിക്കാം, ഒരുപക്ഷെ ഇന്ന് വരെ ദൈവത്തെ അറിയാത്തൊരു ജീവിതമായിരിക്കാം, ഒരുപക്ഷെ ഇന്ന് വരെ ദൈവത്തിൽ വിശുദ്ധിയിൽ ഉറയ്ക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വന്ന് അത്ഭുതകരമായ രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ തരാൻ കഴിവുള്ളതാണ്. ദൈവത്തിൻ്റെ ശക്തി അപരിമേയമാണ്. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, ബലഹീനനായൊരു ആത്മാവാണ് കർത്താവേ, അനേക നാളുകളായി ക്ഷീണത്തിലും വേദനയിലുമാണ് കർത്താവേ, ഇടപെടണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന. ഓ ദൈവമേ, അവിടുന്ന് ഇടപെടണമേ. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണല്ലോ, ആരാധിക്കുന്ന കർത്താവേ. നഗരത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ, കെട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ, കനലുകളൂതി
പരിശുദ്ധാത്മാവേ, ബലഹീനമായ ആത്മാക്കളെ ഞങ്ങളെ ഇപ്പോൾ കരുണയോടെ നോക്കണമേ, ദയ തോന്നണമേ, പാപക്കറകൾ കഴുകണമേ, തീ പിടിപ്പിക്കണമേ, ഉണർവ് നൽകണമേ, ഉണർവ് നൽകണമേ. പവർ ഹല്ലേലൂയ. ജഡമോഹങ്ങളിൽ വലയം ഞങ്ങളിൽ പുതിയൊരു ജനനം നൽകണം. പരിശുദ്ധാത്മാവേ, നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേ. ആത്മാവേ കൃപയേകണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ കൃപ നൽകണമേ. തളർന്നിരിക്കുന്ന ആത്മാക്കളെ അവിടുന്ന് സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, രോഗികളെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവരും ദൈവത്തിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അവസാന വചനമാണ്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 8b. അച്ഛനിത് പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഇരിക്കുന്നത് ഈ അടുത്ത കാലത്ത് നടന്ന ഒരു ആമസോൺ സിനഡുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ അവിടുത്തെ സുവിശേഷ ശുശ്രൂഷ കൂടുതൽ ത്വരിതപ്പെടുത്താൻ വേണ്ടി 2017 തന്നെ പ്രഖ്യാപിച്ച് ഒരുക്കങ്ങൾ നടത്തി ഈ 2019 ഒക്ടോബർ മാസം 6 മുതൽ നടന്ന ആമസോൺ സിനഡ്. ആ സിനഡിനെ തുടർന്ന് വളരെ വലിയ കോൺട്രവേഴ്സി, വിവാദങ്ങൾ ഉണ്ടായി. അവിടെ ആമസോണിയൻ ദേശത്ത് എന്ന് പറഞ്ഞാൽ ബ്രസീൽ, പെറു, അങ്ങനെ ഇക്വഡോർ, അങ്ങനെയുള്ള ആമസോണിയൻ രാജ്യങ്ങളിൽ അവിടെയുള്ള അവരുടെ ഒരു ലോക്കൽ ദേവത എന്ന് പറഞ്ഞാൽ ഒരു പച്ചമാമ, അവിടുത്തെ അവരുടെ ഒരു ദേവത, ആ ദേവത തോന്നിക്കുന്ന വിധത്തിൽ ഒരു സ്റ്റാച്ചു റോമിൽ ആമസോൺ സിനഡ് നടക്കുമ്പോൾ ആ സിനഡിൻ്റെ ദിവസങ്ങളിൽ അവിടെ കൊണ്ടുവരികയും അവിടെ പള്ളിയിലെ ലിറ്റർജിക്കൽ സർവീസിൻ്റെ ഇടയ്ക്ക് ഐഡോളട്രി പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ടി-വിയിലൂടെ പ്രചരിക്കുകയൊക്കെ ചെയ്തത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ തുടർന്ന് ഒരുപാട് പേരുടെ മനസ്സിൽ വളരെ വലിയ വിഷമമുണ്ടായി. 1-ാം പ്രമാണ ലംഘനത്തോട് സാരൂപ്യമുള്ള വിധത്തിലുള്ള ചില രീതികൾ, അതുപോലെ യേശുക്രിസ്തു ഏകരക്ഷകനാണ്, യേശുക്രിസ്തുവിലൂടെയാണ് നിത്യജീവൻ പിതാവായ ദൈവം ലോകത്തിന് വാഗ്ദാനം നൽകിയിരിക്കുന്നത്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പ്രവേശിക്കുകയില്ല എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളെ തമസ്കരിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളോ ചില പ്രബോധനങ്ങളോ ഒക്കെ അങ്ങനെ ശരിക്കും കരട് രൂപത്തിൽ ചെറിയ ചെറിയ പ്രബോധനങ്ങളുള്ളൂ, എന്നാൽ പോലും അത് അനേക ഹൃദയങ്ങളെ ദുഃഖിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഒറിജിനൽ രേഖ, അതിൻ്റെ ശരിയായുള്ള ഫൈനൽ ഡോക്യുമെൻ്റ് വന്നിട്ടില്ല. ആ കരടിൽ അവർ സമർപ്പിച്ചിന് അതിനകത്ത് ചില പ്രതിപാദനങ്ങൾ, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതിപാദനങ്ങളുണ്ട്. എന്നാൽ അത് അനേക ഹൃദയങ്ങളെ വേദനിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പല രാജ്യങ്ങളിൽ വിളിച്ചു,
പല സ്ഥലത്തെ വലിയ ശുശ്രൂഷകരെ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കഴിഞ്ഞൊരു മാസം മുമ്പ് വരെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായി നിന്നിരുന്നവർ, മാർപ്പാപ്പയെ അതിയായി സ്നേഹിച്ചിരുന്നവർ, പല ആളുകളും ഇന്ന് വളരെ വെഹമൻ്റായി വളരെ ഭയങ്കര വികാര വിക്ഷോഭത്തോടെ ശക്തമായി മാർപ്പാപ്പയെ എതിർക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയതായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. കേരളത്തിലും അനേകം ആത്മാക്കളെ ഇത് വേദനിപ്പിക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നന്നായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്നവർ, തിരുസഭയെ സ്നേഹിക്കുന്നവർ, വചനം വായിക്കുന്നവർ, ധ്യാനങ്ങൾ കൂടുന്നവർ, കൂദാശകളിൽ പങ്കെടുക്കുന്നവർ, സഭയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നവരിൽ അനേകം പേർക്കാണ് മുറിവുണ്ടായിരിക്കുന്നത്, വേദനയുണ്ടായിരിക്കുന്നത്. അവരാണ് വെഹമൻ്റായിട്ട് ശക്തമായ വിധം എതിർക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം കണ്ടപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് വളരെ വേദനാപൂർവ്വം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒഫീഷ്യൽ ചർച്ച് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. വത്തിക്കാൻ ന്യൂസിൽ ചെന്നാലും അതുപോലെ CNN പോലുള്ള കാത്തലിക് ന്യൂസ് ഏജൻസികളുടെ ന്യൂസുകളിൽ ചെന്നാലും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കും. എന്നാലും അനേകരുടെ ഹൃദയങ്ങൾ വേദനയുണ്ട് എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഹൃദയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും അവിടുത്തെ സഭയിൽ നിന്നും അകന്നു പോകരുത്. സാത്താൻ ഒരുക്കുന്ന കൗശലങ്ങളെയും കുതന്ത്രങ്ങളെയും നമ്മൾ ജാഗരൂകതയോടെ അതിൻ്റെ മേൽ വിജയം വരിക്കണം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു 5 വചനങ്ങളാണ് കർത്താവ് എൻ്റെ മനസ്സിലേക്ക് തന്നത്. അതിലൊന്നാമത്തെ വചനമാണ് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ 2ാം വരവ് അടുക്കുമ്പോൾ ഈ ഭൂമിയിൽ വ്യാപകമായി വിശ്വാസം ആക്രമിക്കപ്പെടും. വിശ്വാസം തുടച്ചു മാറ്റാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും. ഭൂമിയിൽ വ്യാപകമായ വിധം വിശ്വാസം നശിപ്പിക്കപ്പെടും. എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ നമ്മളോടൊപ്പം ഉള്ളവർ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ 2ാം വരവ് അടുക്കുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു പ്രതിഭാസമാണ്, ലോകത്തിൽ വ്യാപകമായി വിശ്വാസം തുടച്ചു നീക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഭവത്തിലൂടെ ഈ കോലാകാലങ്ങൾ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ, അനുകൂലവും പ്രതികൂലവുമായ വാദപ്രതിവാദം നടക്കുമ്പോൾ, ഇതിലൊന്നും പെടാതെ മാറി നിന്ന് ഇതിനേക്കാൾ ഉയർന്നു ചിന്തിച്ച് നോക്കുക. ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ഇതിൻ്റെ റിസൾട്ട് ഈ വാദപ്രതിവാദം നടക്കുമ്പോൾ ഒരുപാട് നമ്മുടെ മുഴുവൻ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുമ്പോൾ വിശ്വാസത്യാഗത്തിലേക്ക്, വിശ്വാസക്ഷയത്തിലേക്ക് അനേകരെ ഇത് നയിക്കുമെന്നുള്ളത് അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ അനേകം പേര് സാത്താനിസം, ഫ്രീമേസണിസം, അതുപോലെ സയൻറ്റിസം, അതുപോലെ കമ്മ്യൂണിസം, അതുപോലെ സെക്കുലറിസം, ഇസ്ലാം ഇൻവേഷൻ, ഇതുപോലെ പല വിധത്തിൽ നിറഞ്ഞ ആടി കഴിഞ്ഞിരുന്ന വിശ്വാസമുള്ള പലരെല്ലാം വിട്ടുപോകാൻ അങ്ങനെ സഭയിൽ നിന്ന് അകന്നു പോയി അവരുടെ വിശ്വാസം ക്ഷയിച്ചപ്പോൾ ഇപ്പോൾ ഇത് സഭയുടെ ഹൃദയത്തിൽ കൂദാശകളും വചനങ്ങളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ സഭയെ സ്നേഹിച്ചും ജീവിക്കുന്ന അനേകം ആത്മാക്കളെയാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സംഭവ വികാസങ്ങളുടെ വിപരീതമായി അന്ധകാര ശക്തികൾ ഉപദ്രവിക്കേണ്ടത് എന്ന് സകലരും മനസ്സിലാക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് 2ാമത്തെ വചനം ഈശോ എനിക്ക് തന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 24-25 വാക്യങ്ങളാണ്. അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. അന്തഛിദ്രം, ഇൻറ്റേർണൽ വാർ, ആഭ്യന്തര യുദ്ധം, ഉള്ളിൽ കലഹം, നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ഇടയിൽ നമുക്ക് തന്നെ കാര്യങ്ങളെ ക്രമീകരിക്കാൻ പറ്റുന്നില്ല, അന്തഛിദ്രമാണ്. അങ്ങനെ വരുമ്പോൾ ആർക്കാണ് നേട്ടം? ഈശോ മിശിഹ നമ്മളെ പഠിപ്പിച്ചു, അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തഛിദ്രമുള്ള ഭവനവും നശിച്ചു പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കലഹങ്ങളും ഭിന്നതകളും കൊടുമ്പിരി കൊള്ളുമ്പോൾ, അല്ലെങ്കിൽ അന്തഛിദ്രം കൊടുമ്പിരി കൊള്ളുമ്പോൾ നേട്ടം സാത്താനാണ്. കുളം കലക്കി പരുന്തിന് കൊടുക്കുക. ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടാവും, അപ്പോൾ എല്ലാം കലങ്ങും,
അങ്ങനെ സമയത്ത് ഒരുപാട് തരത്തിലുള്ള ആത്മാക്കൾ വീണു പോകാൻ ഇടവരും. മൂന്നാമതായി ഈശോ നൽകിയ ഒരു വചനമാണ് 2 തെസ്സലോനി 2-ാം അധ്യായം, അതിൽ 3-ാമത്തെ തിരുലിഖിതം. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ, അരാജകത്വത്തിൻ്റെ സന്തതി, അത് ദുഷ്ടാത്മാവാണ്. ഒന്ന് മാറി നിന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? വലിയ ആശയക്കുഴപ്പമാണ്. ഞാൻ പലരെയും വിളിച്ചു, അവർ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് അറിയുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. മാർപ്പാപ്പയ്ക്കെതിരെ ഒത്തിരി പേര് സംസാരിക്കുന്നു, അത് ഒരുപാട് പേരെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. ഏകസത്യവുമായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന് പകരം ഈ പച്ചമാമ പോലെ എന്നൊക്കെ ആരാധിക്കുന്നതായി കേൾക്കുന്നു, അതും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. 1-ാം പ്രമാണം ലംഘനം വ്യാപകമായി അരങ്ങേറുന്നെന്ന് കേൾക്കുന്നു, അതും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. മാർപ്പാപ്പയോട് ഉള്ള സ്നേഹം ആളുകൾക്ക് കുറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിൽ വേദന, ആശയക്കുഴപ്പമാണ്. ഒരു ക്ലിയറായ ഒരു ആശയം ആരും പറയുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വത്തിക്കാൻ സൈറ്റൊക്കെ പോയി സെർച്ച് ചെയ്യാനായിട്ട് സാധാരണ ജനങ്ങൾക്ക് സാധിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു വലിയ ആശയക്കുഴപ്പമാണ്, വിഷമമാണ്, ഒരു മനസ്സിൻ്റെ ഒരു നീറലാണ്. ഈ ആശയക്കുഴപ്പം ഭിന്നിപ്പ്, അകൽച്ച, വെറുപ്പ്, ഇതിൻ്റെയൊക്കെ പരിണതഫലം എന്താ? ജനറൽ അനാർക്കി, വ്യാപകമായ ഒരു അരാജകത്വം. ഇനി എൻ്റെ ബിഷപ്പ് ഞാൻ തന്നെ, ഇനി അല്ലെങ്കിൽ എൻ്റെ മേലധികാരി ഞാൻ തന്നെ, ഞാൻ വേറെ ആരും നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ ഒരു ഫീലിംഗ് പലരുടെ ഹൃദയത്തിലുണ്ടാവുകയാണ്. വ്യാപകമായ ഒരു അരാജകത്വം, ഒരു ജനറൽ അനാർക്കി. അരാജകത്തിൻ്റെ സന്തതി ആരാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് പരിശുദ്ധാത്മാവാണോ? അരാജകത്വത്തിൻ്റെ ആത്മാവ് ആരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ദൈവാത്മാവാണോ? നേട്ടം ദുഷ്ടാത്മാവിന് തന്നെ കൊയ്ത്ത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും അറിയാതെയോ അരാജകത്വം വർദ്ധിപ്പിക്കരുത്. ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു കാരണവശാലും യേശു ഏകരക്ഷകനാണ്, യേശു ക്രിസ്തുവിലൂടെയാണ് നിത്യരക്ഷ എന്നതിൽ യാതൊരു കോംപ്രമൈസും പാടില്ല. അതുപോലെ യേശു ക്രിസ്തു പറഞ്ഞ വചനം ലംഘിച്ചുകൊണ്ടുള്ള ജീവിതത്തിനെ കുറിച്ച് നമ്മൾ യാതൊരു കോംപ്രമൈസും പാടില്ല. പക്ഷേ നമ്മുടെ സഭയുടെ പരമാധ്യക്ഷനിൽ നമ്മുടെ ഹൃദയം അകന്നു പോകരുത്. നമുക്ക് ദൈവം തിരഞ്ഞെടുക്കുന്ന മാർപ്പാപ്പയെ ഒരു അന്തിക്രിസ്തു നമ്മൾ കാണരുത്, നമ്മളൊരു നെഗറ്റീവ് ശക്തിയായിട്ട് കാണരുത്. മാർപ്പാപ്പയെ ഹൃദയപൂർവ്വം സ്നേഹിച്ചുകൊണ്ട് നാം നല്ല ഉചിതമായ തീരുമാനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഒരുപാട് പേര് അങ്ങനെ ആഹ്വാനം ചെയ്യുന്നത് ശ്രദ്ധയപ്പെട്ടു. ധാരാളം പേര് ഇത് പഠിച്ച് നല്ല ക്ലിയറായിട്ട് പഠിച്ച അനേകം പേര് വ്യക്തമായി ആഹ്വാനം ചെയ്ത കാര്യമുണ്ട്. ഉപവാസം വേണം, പ്രാർത്ഥനകൾ വേണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് വേണം. നമ്മുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് മാർപ്പാപ്പയെ ശക്തിപ്പെടുത്തണം. ഇതാണ് പലരും യൂട്യൂബിലൂടെ ആഹ്വാനം ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ സമയം നമുക്ക് ചെയ്യാവുന്ന വളരെ വലിയ കാര്യം ഭിന്നത വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, അരാജകത്വത്തിൻ്റെ ആത്മാവിന് വേണ്ടി വേദി ഒരുക്കുക എന്നുള്ളതല്ല, അരാജകത്വത്തിൻ്റെ ആത്മാവ് കടന്നു വരാൻ വേണ്ടി വേദി ഒരുങ്ങപ്പെടുകയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ആർക്കും വിധേയപ്പെടാതെ ഒരു അരാജകത്തിൻ്റെ അന്തരീക്ഷം വരുമ്പോൾ വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവിന് പെട്ടെന്ന് പിടിമുറുക്കാൻ എളുപ്പമുണ്ട്. കുളം കലക്കി കിടക്കുന്ന അതിൽ നിന്ന് പരുന്തിന് പെട്ടെന്ന് മീൻ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത് പോലെ പെട്ടെന്ന് ആത്മാക്കൾ നഷ്ടപ്പെടാൻ പറ്റിയ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയാണോ സാത്താൻ കൗശലപൂർവ്വം ഇങ്ങനത്തെ ചില അന്തരീക്ഷം കൊണ്ടുവരുന്നത് എന്ന് ഞാൻ നിങ്ങൾ ഗൗരവത്തോടെ കാണുകയും ജാഗരൂകതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മുമ്പെന്നത്തേക്കാൾ അധികമായി നമ്മുടെ ഹൃദയം നമ്മുടെ മാർപ്പാപ്പയോട് ചേർന്നിരിക്കണം. എന്നിട്ട് സ്നേഹിച്ച് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ മാർപ്പാപ്പയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ശരിയായ ദിശയിൽ സത്യവിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ഇന്ന് വരെ കത്തോലിക്കാ സഭയെ നയിച്ച സത്യപ്രബോധനത്തിൻ്റെ മാർഗത്തിലൂടെ ഇന്നും നാളെയും തുടർന്ന് യേശുവിൻ്റെ 2ാം വരവ് വരെ കർത്താവിൻ്റെ സഭയെ കർത്താവ് തന്നെ നയിക്കും. ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരല്ല സഭയുടെ ആത്മാവ്. ഈ 2000 വർഷങ്ങളായി സഭയെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ഇനിയും അങ്ങോട്ട് സഭ യേശുവിൻ്റെ 2ാം വരവ് വരെ നയിക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെ.
നമ്മൾ കുറച്ച് പേര് ഭിന്നതയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമത്തിൽ ഇരുന്നത് കൊണ്ട് മാത്രം സഭ വിശുദ്ധീകരിക്കപ്പെടുകയില്ല. സഭ വിശുദ്ധീകരിക്കപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടാൻ വേണ്ടി ഞാനും നിങ്ങൾ മുട്ടുമടക്കണം, ഞാനും നിങ്ങൾ ത്യാഗം സഹിക്കണം, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ക്ഷമിച്ചും സഹിച്ചും ഈശോയെയും ഈശോയുടെ സഭയെയും സഭയിൽ ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന മേലധികാരികളെയും സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവാത്മാവിൻ്റെ കടന്നു വരവ് ത്വരിതപ്പെടുത്തുക. അതാണ് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം. അതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹൃദയം മാർപ്പാപ്പയോടൊപ്പം ചേർത്ത് വെക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 തെസ്സലോനി 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആരും നിങ്ങൾ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടും. എന്ന് പറഞ്ഞാൽ അരാജകത്വത്തിൻ്റെ ആത്മാവ് ശക്തി പ്രാപിക്കും, പ്രബലപ്പെടും. കുടുംബങ്ങളിൽ അരാജകത്വം ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റില്ല. സമൂഹത്തിൽ അരാജകത്വം, ഇടവകളുടെ അരാജകത്വം ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റില്ല. രൂപതകളിലെ അരാജകത്വം, കോൺഗ്രിഗേഷനിലെ അരാജകത്വം, ദ ഹോൾ വേൾഡ്, ആഗോള സഭയിൽ അരാജകത്വം ഉണ്ടാക്കുക. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ കൂട്ടു നിൽക്കരുത്. നമ്മൾ പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഉപവസിച്ചും മാർപ്പാപ്പയെ തിരുസഭാധികാരികൾ ശക്തി പകർന്ന് സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യേണ്ട കാലമാണിത്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ ശിരസായ ക്രിസ്തുവിൽ നിന്നും സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിൽ നിന്നും ക്രിസ്തുവും പരിശുദ്ധാത്മാവും നമുക്ക് നൽകുന്ന തിരുസഭ അധികാരികളിൽ നിന്നും വേറിട്ടൊരു നവീകരണം എളുപ്പമല്ല സഹോദരങ്ങളെ. 4-ാമതായി ഈശോ എനിക്ക് നൽകിയ ഒരു ചിന്ത 1 കൊരിന്തോസ് 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. കൊറിന്ത്യയിലെ സഭയിൽ അന്ന് ഒരുപാട് വലിയ കൃപയുള്ളവരുണ്ടായി, ഒരുപാട് വചനം നിറഞ്ഞവരുണ്ടായി, വിശ്വാസമുള്ളവർ, കൃപയുള്ളവർ, വചനം നിറഞ്ഞവർ, തീഷ്ണമതികൾ, ശുശ്രൂഷകർ നിറഞ്ഞ ഒരു കൊറിന്ത്യയിലെ സഭ. അന്ന് അവിടെ ഉണ്ടായ ഒരു പ്രതിഭാസമാണ് ഭിന്നത, തമ്മിൽ ഭിന്നത, സ്നേഹമില്ല, വിധേയത്വമില്ല, യോജിപ്പില്ല. സ്നേഹത്തിൻ്റെ അരൂപി അങ്ങോട്ട് പോയി, വേറെ എന്തോ ഒരു സ്പിരിറ്റ് അവിടെ അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ശ്ലീഹായിലൂടെ കൊടുക്കുന്ന ശക്തമായ ഒരു താക്കീതാണ്, സ്നേഹമില്ലെങ്കിൽ എത്രമാത്രം വലിയ ആളാണെങ്കിലും, എത്രമാത്രം മാലാഖേനെ പോലെ ഇരുന്നാലും, സ്വർഗത്തിലെ പോലെ ഇരുന്നാലും, നടന്നാലും, സംസാരിച്ചാലും ഒന്നുമില്ല, മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളം പോലെ തന്നെ. മക്കളെ, ഈ സമയത്ത് ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മുടെ പ്രവർത്തനം വഴി സ്നേഹം കൂടുകയാണോ കുറയുകയാണോ? സ്നേഹം കൂടുകയാണോ കുറയുകയാണോ? തമ്മിൽ സ്നേഹം കൂടുന്നുണ്ടോ? തമ്മിൽ ഭിന്നത വർദ്ധിക്കുകയാണോ? സഭയോട് സ്നേഹം കൂടുന്നുണ്ടോ? സഭയോട് ഭിന്നത നമ്മൾ നോക്കണം. നമ്മൾ യഥാർത്ഥ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളും കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, എങ്കിലും എളിമയോടെ കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് വേദനയോടെ ജനലക്ഷങ്ങളോടൊപ്പം കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിക്കും. നല്ല ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് മുമ്പേ ജീവിച്ച് കടന്നുപോയ വിശുദ്ധരുടെ ജീവിതകാലത്ത് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ കാലം ചിന്തിക്കുക, അതുപോലെ അനേകം വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ കാലം ചിന്തിക്കുക, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കാലം ചിന്തിക്കുക, വിശുദ്ധ അമ്മ ത്രേസ്യയുടെ കാലം ചിന്തിക്കുക, വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസിൻ്റെ കാലം, ഒരുപാട് വിശുദ്ധരുടെ കാലഘട്ടത്തിൽ സഭ വലിയ ക്രൈസിസിൽ കടന്നു പോകുന്ന സമയമാണ്. സീനാലി വിശുദ്ധ കത്രീനയുടെ കാലം ചിന്തിക്കുക. അന്ന് തിരുസഭാധികാരികളും തിരുസഭയിലെ മാർപ്പാപ്പമാരും അതുപോലെ തന്നെ അധികാരികളും വലിയ ക്രൈസിസിലൂടെ കടന്നുപോയ, സഭ മുഴുവനും ക്രൈസിസിലൂടെ കടന്നുപോയ കാലമുണ്ട്. അപ്പോഴൊക്കെ ആ വിശുദ്ധാത്മാക്കൾ എന്താണ് ചെയ്തത്? അവരുടെ ഹൃദയ സഭയിൽ നിന്നോ തിരുസഭ അധികാരിയിൽ നിന്ന് അകന്നു പോവുകയല്ല, അവർ ആത്മാർപ്പണം ചെയ്ത് തിരുസഭയ്ക്ക് വേണ്ടിയും തിരുസഭ അധികാരികൾക്ക് വേണ്ടിയും ആത്മാർപ്പണം ചെയ്ത് അവർ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് സഭയെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. ഫ്രാൻസിസ് അസീസിയുടെ കാര്യം ചിന്തിച്ച് നോക്ക്, ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് സഭയെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വാശിയും സ്പർദ്ധയും അല്ല വർദ്ധിക്കേണ്ടത്, താൻപോരിമഭാവവും മാത്സര്യവും അല്ല വർദ്ധിക്കേണ്ടത്, സ്നേഹവും കഠിനാധ്വാനവും ആത്മസമർപ്പണവുമാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. സഭയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കണം. 5-ാമതായി ഈശോ എനിക്ക് നൽകിയൊരു ചിന്ത, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 31-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറും.
ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചെതറും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, സാധാരണ ഒരു വിശ്വാസിയെ ആക്രമിച്ചാൽ അനേകം വിശ്വാസികളെ സാത്താന് നേടാൻ കഴിയുകയില്ല. സാധാരണ ഒരു വൈദികനെ ആക്രമിച്ചാൽ കുറച്ച് ആത്മാക്കളെ സാത്താന് കിട്ടും. ഒരു ബിഷപ്പിനെ ആക്രമിച്ചാൽ, ഒരു ബിഷപ്പിന് ഇടറിയാൽ ഒരുപാട് ആത്മാക്കളെ സാത്താന് കിട്ടും. മാർപ്പാപ്പയ്ക്ക് ഒരു ഇടർച്ച സംഭവിച്ചെന്ന് പറഞ്ഞാൽ, മാർപ്പാപ്പയെ ആക്രമിച്ചാൽ സാത്താന് ഒരുപാട് നേട്ടമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും കടമയാണ് ഞാനും നിങ്ങളും മാർപ്പാപ്പയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ മുട്ടുമടക്കി ശക്തമായി പ്രാർത്ഥിക്കണം. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വിശ്വാസികൾ ചെതറാതിരിക്കാൻ ദൈവവചനം നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ് ഇടയന് വേണ്ടി പ്രാർത്ഥിച്ച് ഇടയനെ ബലപ്പെടുത്തണം. ആമസോൺ സിനഡിൻ്റെ കരട് രൂപം മാർപ്പാപ്പയുടെ കരങ്ങളിൽ കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് പ്രാർത്ഥനാപൂർവ്വം ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. ഒരു തീരുമാനത്തിലേക്ക് വരേണ്ട സമയമാണ്. ഈ വചനം കേൾക്കുന്നവർ, ഈ ദൂത് കേൾക്കുന്നവർ സാധിക്കുന്നിടത്തോളം തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഒരു തരി പോലും മാർപ്പാപ്പയിൽ നിന്ന് ഹൃദയം അകന്നു പോകരുത്. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവവചനത്തിൽ യേശുക്രിസ്തുവിന് ഏകരക്ഷകന് ഏക കർത്താവുമായി പ്രഘോഷിച്ച് യേശുക്രിസ്തുവാകുന്ന നിത്യജീവനെ സ്വന്തമാക്കാൻ അതിനുവേണ്ടി സഭയിലെ മുഴുവൻ അംഗങ്ങളും കൈകോർത്ത് ഉണരാൻ തക്കവിധം മാർപ്പാപ്പയിലൂടെ ഒരു പ്രബോധനം ഉണ്ടാകണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം സെന്റ് ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സസ് 31 and 32. ഈശോ പറയുന്നൊരു കാര്യമാണ്, ആദ്യത്തെ മാർപ്പാപ്പയോട് ഈശോ പറയുന്നൊരു കാര്യമാണ്, ശമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. എല്ലാ ബിഷപ്പുമാരെയും ശക്തിപ്പെടുത്താൻ മാർപ്പാപ്പയ്ക്ക് കഴിയണം. എല്ലാ വൈദികരെയും ശക്തിപ്പെടുത്താൻ മാർപ്പാപ്പയ്ക്ക് കഴിയണം. അതിന് ലക്ഷോപലക്ഷം കോടാനുകോടി വരുന്ന വിശ്വാസികളായ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സ്നേഹം, നമ്മുടെ പ്രോത്സാഹനം, നമ്മുടെ ഹൃദയം കൊണ്ടുള്ള ഐക്യം മാർപ്പാപ്പയുടെ കൂടെ ഉണ്ടാകട്ടെ. ഒരു പ്രത്യേക അന്തരീക്ഷത്തിലൂടെ ഇന്ന് ലോകമാസകലമുള്ള വിശ്വാസി സമൂഹം കടന്നു പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നാം പുറകോട്ട് പോകരുത്, വിശുദ്ധിയിൽ നാം പുറകോട്ട് പോകരുത്, സ്നേഹത്തിലും ഐക്യത്തിലും നാം പുറകോട്ട് പോകരുത്, സഭയ്ക്ക് വേണ്ടിയുള്ള ആത്മാർപ്പണത്തിൽ മാർപ്പാപ്പയുടെ ഐക്യത്തിൽ നാം പുറകോട്ട് പോകരുത്. നമ്മളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി പ്രഘോഷിച്ച് യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ലോകത്ത് ഒരുക്കുക. അതിൽ നിന്ന് ശ്രദ്ധ വികേന്ദ്രീകരിക്കാൻ, നമ്മുടെ എനർജി മുഴുവൻ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സാത്താൻ ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള കൗശലങ്ങൾ നമ്മുടെ മേൽ പ്രയോഗിക്കും. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നാം അറിവില്ലാത്തവരല്ലല്ലോ. ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്താം. നമ്മുടെ എല്ലാ ഹൃദയഭാരങ്ങളും സമർപ്പിക്കാം. രോഗാവസ്ഥകളുള്ളവരിപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. വിദ്യാർത്ഥിനികൾ ഈശോയിലേക്ക് ഹൃദയം ഉയർത്തി, ദൈവമേ എൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. വലിയ കുടുംബ തകർച്ചയിരിക്കുന്നവർ കണ്ണീരോടെ നിലവിളിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇപ്പോൾ സഭയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. തിരുസഭയെയും തിരുസഭാധികാരികളെയും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സകലരുടെ മേലും മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ലോകമെമ്പാടും ഈ അടുത്ത കാലത്തുണ്ടായ വിവാഹത്തെ തുടർന്ന് മനോവേദനയിൽ വിഷമത്തിരിക്കുന്ന എല്ലാ ആത്മാക്കളും എല്ലാ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ ഹൃദയങ്ങളും അവിടെ തൊടണമേ, അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, വീട് ശക്തിപ്പെടുത്തണമേ. ഇരട്ടി ശക്തിയോടെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അഭിഷേകം സകല ഹൃദയങ്ങളുടെ മേൽ ചൊരിയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അഗ്നിനാളമായി ആത്മാവേ വരണേ, ഉറകിട്ടു പോയ ഉപ്പായ എന്നെ ഉറകൂട്ടി